ലോകത്തെ ഞെട്ടിച്ച ഒരു ശനിയാഴ്ച. ഇറാന്റെ പ്രവൃത്തി ആഴ്ചകളിലെ ആദ്യ ദിവസം തന്നെ തലസ്ഥാനമായ ടെഹ്റാൻ സ്ഫോടനങ്ങളാൽ വിറച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആ നാടകീയ നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. എന്നാൽ ഈ വാർത്തയേക്കാൾ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ആഘാതം 4000 മൈൽ അകലെയുള്ള തായ്വാനിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതാണ്. ഇറാന് സംഭവിച്ചത് തായ്വാൻ പ്രസിഡന്റിനും സംഭവിക്കുമോ? എന്തുകൊണ്ടാണ് ചൈന തായ്വാനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണോ? ഉക്രൈനിലും പശ്ചിമേഷ്യയിലും യുദ്ധം കത്തുമ്പോൾ ഏഷ്യയുടെ കിഴക്കൻ തീരങ്ങളിൽ മറ്റൊരു സ്ഫോടനാത്മകമായ സാഹചര്യം രൂപപ്പെടുകയാണ്. തായ്വാൻ വെറും ഒരു ചെറിയ ദ്വീപ് രാജ്യമല്ല ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായ അമേരിക്കയും ചൈനയും നേർക്ക് നേർ നിൽക്കുന്ന ഒരു യുദ്ധക്കളമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചൈന തായ്വാനെ ആക്രമിക്കുമോ? അതോ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മറ്റൊരു മഹാദുരന്തത്തിനാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചൈന തായ്വാൻ തർക്കത്തിന്റെ വേരുകളും അത് ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്നുമാണ്. എന്തുകൊണ്ടാണ് ചൈന തായ്വാനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത് എന്ന് വിശദമായി പരിശോധിക്കാം. ഇതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. 1949 ചൈനയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചപ്പോൾ തോറ്റോടിയ ദേശീയവാദി സർക്കാർ അഭയം തേടിയത് ഈ തായ്വാൻ ദ്വീപിലാണ്. അന്നു മുതൽ ചൈന അവകാശപ്പെടുന്നത് തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ്. വൺ ചൈന പോളിസി എന്ന നയത്തിലൂടെ തായ്വാനെ തങ്ങളോട് ചേർക്കുക എന്നത് ചൈനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. എന്നാൽ തായ്വാൻ സ്വയം ഒരു ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കുകയും തങ്ങളുടേതായ ഭരണഘടനയും സൈന്യവും കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഈ ആദർശപരമായ പോരാട്ടമാണ് ഇന്നത്തെ സംഘർഷത്തിന്റെ അടിസ്ഥാനം. എന്താണ് ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്ക്? ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെയോ സൈനിക തലപ്പത്തെയോ വകവരുത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പോരാട്ട വീര്യം ചോർത്തുന്ന തന്ത്രമാണിത്. ചൈനയ്ക്ക് ഇതിനുള്ള സാങ്കേതിക ശേഷിയുണ്ട്. അത്യാധുനിക ഉപഗ്രഹങ്ങൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് കൃത്യമായി ലക്ഷ്യം കാണാൻ അവർക്ക് സാധിക്കും. എന്നാൽ ഇത് ലളിതമായ ഒരു കാര്യമല്ല. ഇനി തായ്വാനെ കുറിച്ച് പറയുമ്പോൾ തായ്വാൻ വെറും ഒരു ദ്വീപ് രാജ്യം മാത്രമല്ല, അതൊരു തന്ത്രപ്രധാനമായ ഇടമാണ്. ഇങ്ങനെ പറയാൻ കാരണം ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പസഫിക് സമുദ്രത്തിലേക്കുള്ള ചൈനയുടെ കവാടമാണ് തായ്വാൻ. തായ്വാൻ ചൈനയുടെ കയ്യിലായാൽ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം പാടെ ഇല്ലാതാകും. അതുകൊണ്ടാണ് ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ അവരുടെ പ്രതിരോധ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഈ കുഞ്ഞൻ ദ്വീപിന്മേലുള്ള നിയന്ത്രണം ആർക്കാണോ അവരായിരിക്കും ഏഷ്യയിലെ യഥാർത്ഥ കരുത്തർ എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ യുദ്ധത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ ഉണ്ട്. ലോകത്തിലെ അത്യാധുനികമായ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്നത് തായ്വാനിലാണ്. TSMC എന്ന ഒറ്റ കമ്പനി വിചാരിച്ചാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ സ്തംഭിച്ചു പോകും. കാറുകൾ മുതൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വരെ പ്രവർത്തിക്കാൻ ഈ ചിപ്പുകൾ വേണം. ഒരു യുദ്ധമുണ്ടായാൽ ഈ ചിപ്പ് നിർമ്മാണം തടസ്സപ്പെടുകയും ലോകം ഒരു വലിയ ഡിജിറ്റൽ ഇരുട്ടിലേക്ക് പോവുകയും ചെയ്തു. ഈ സിലിക്കൺ ഷീൽഡ് ആണ് തായ്വാനെ ഇതുവരെ ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തിയത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൈനയുടെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദമാണ് തായ്വാൻ നേരിടുന്നത്. തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ചൈനീസ് യുദ്ധ വിമാനങ്ങൾ പറക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. സമുദ്രത്തിൽ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തി ചൈന തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തായ്വാനെ ചൈനയോട് ചേർക്കുക എന്നത് ചരിത്രപരമായ അനിവാര്യതയാണ് എന്നാണ് ചൈനീസ് പ്രസിഡന്റ് ആവർത്തിച്ചു പറയുന്നത്. ഇതിനായി ബലപ്രയോഗം നടത്താനും തങ്ങൾ മടിക്കില്ല എന്ന ചൈനയുടെ മുന്നറിയിപ്പ് ലോകത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. എന്നാൽ അമേരിക്ക ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്നാൽ
ഔദ്യോഗികമായി തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നില്ലെങ്കിലും തായ്വാന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തായ്വാന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതും അമേരിക്കയാണ്. ചൈന ആക്രമിച്ചാൽ തങ്ങൾ നേരിട്ട് ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നേരിട്ടുള്ള യുദ്ധം അമേരിക്കയും ചൈനയും തമ്മിലുണ്ടായാൽ അത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ വിനാശമായിരിക്കും. അമേരിക്കയുടെ സാമ്പത്തിക രംഗം ചൈനയുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്നതിനാൽ ഒരു യുദ്ധം അവർക്കും താങ്ങാനാവില്ല. ഈ സംഘർഷം ഇന്ത്യയെയും ലോകത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ തായ്വാൻ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതകളിൽ ഒന്നാണ്. ഇതിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ ആഗോള വിതരണ ശൃംഖല തകരും, വിലക്കയറ്റം നിയന്ത്രണാതീതമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ മേഖലകൾ തായ്വാൻ ചിപ്പുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. യുദ്ധമുണ്ടായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു പരിഹാരം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു യുദ്ധം അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ നയതന്ത്രജ്ഞർ പറയുന്നത് ചൈന ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറല്ല എന്നാണ്. കാരണം അവരുടെ സ്വന്തം സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ അത്ര മെച്ചമല്ല. എങ്കിലും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കായി ഏതൊരു നിമിഷവും ഒരു പ്രകോപനം ഉണ്ടായേക്കാമെന്നും അവർ പറയുന്നു. ലോകശക്തികൾ തമ്മിലുള്ള ഈ വടംവലിയിൽ തായ്വാൻ എന്ന ജനാധിപത്യം എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. തോക്കുകളും മിസൈലുകളും കൊണ്ടല്ല, മറിച്ച് ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ. ലോകം ഇന്ന് ഒരു മുൾമുനയിൽ തന്നെയാണ്. ഉക്രൈനിലെ മഞ്ഞുമലകളിൽ നിന്നും പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിൽ നിന്നും യുദ്ധം ഇപ്പോൾ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുകയാണോ? സമാധാനം എന്നത് വെറും ഒരു വാക്കായി മാറുമോ, അതോ മനുഷ്യത്വം വിജയിക്കുമോ? ഇറാനിലെ സംഭവങ്ങൾ ചൈനയെ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ തായ്വാൻ അത്ര എളുപ്പമുള്ള ഇരയല്ല. അത്തരമൊരു നീക്കം ചൈനയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുകയും തായ്വാൻ ജനതയെ ഒന്നിപ്പിക്കുകയും ചെയ്യും. യുദ്ധതന്ത്രങ്ങൾ മാറിമറിയുന്ന ഈ കാലത്ത് ലോകം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.